വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രാഘവൻ നായർ വന്ന് പൈസ ചോദിക്കുന്നത് ശാലിനി കേട്ടുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം ശാലിയേച്ചിയുടെ കാര്യത്തിനുള്ളിൽ അപ്പോൾ ആ പൈസ ഞാൻ ചിലവാക്കിക്കൊള്ളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ആ പറഞ്ഞത് ന്യായം എന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. അന്നേരം മക്കളുടെ കാശ് എനിക്ക് വേണ്ട, ഞാൻ ഇന്ന് വരെ മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് മക്കളുടെ വാങ്ങിച്ചാലും അത് കണക്കൊക്കെ ബോധ്യപ്പെടുത്തണ്ടേ, അതുകൊണ്ട് എനിക്ക് വേണ്ട, സത്യമായി എനിക്ക് പണം തരാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ എനിക്ക് മറ്റൊരു വഴി നോക്കണം. ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇവിടെ വന്ന് ചോദിക്കാമല്ലോ, അത്രയും സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത് എന്ന് ശാലിനിക്കാണെങ്കിൽ മുഖം കൊടുക്കാതെയാണ് ഗോപാലകൃഷ്ണൻ സത്യഭാമയോടും രാഘവൻ നായരോടുമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട്, ഇത് പിന്നെ കയറി വരാൻ പറ്റുമല്ലോ, പിന്നെ ഗോപാലകൃഷ്ണൻ്റെ മരുമകൻ്റെ വീടല്ലേ, വിഷ്ണുവിൻ്റെ വീടല്ലേ, സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് തന്നെയാണ് വന്നത്, ഇപ്പോൾ ഒന്നും അറിയാത്തൊരു കുഞ്ഞിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങോട്ട് എന്തെന്ന് അറിയാതെ നിൽക്കുകയാണ്, സത്യാമ്മയ്ക്ക് പണം തരാനായിട്ട് കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരവും ശാലിനി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട, മക്കളുടെ ആരുടെയും പൈസ വേണ്ട എന്നിങ്ങനെ തീർത്ത് രാഘവൻ നായർ പറയുന്നുണ്ട്. സത്യാമ്മയ്ക്ക് ഇപ്പോൾ പൈസ തരാനായിട്ട് കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നിങ്ങനെ പറഞ്ഞ് ഭാമയാണെങ്കിൽ എത്ര രൂപ വേണമെന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം ഒരു 80,000 രൂപ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഭാമ അതെടുക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. ഗോപാലകൃഷ്ണൻ ശാലിനിക്ക് മുഖം കൊടുക്കുന്നേ ഇല്ല. തുടർന്ന് വീണ്ടും അച്ഛ എന്നിങ്ങനെ വിളിച്ച് വീണ്ടും ശാലിനി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അന്നേരം രാഘവൻ നായരോട് വീണ്ടും ഗോപാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. രാഘവൻ നായരെ, പിന്നെ പണം ഇന്ന് വരും നാളെ പോകും, പക്ഷേ അച്ഛനമ്മ മക്കൾ എന്നിങ്ങനെയുള്ള ബന്ധങ്ങൾക്കിടയിൽ ഒരു വിള്ളൽ വീണ് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ആയില്ല. അങ്ങനെ ഒരു വിള്ളൽ എൻ്റെ ഇതിലും വന്നു, മക്കളുണ്ടായിട്ടും കാര്യമില്ലല്ലോ, മക്കളുടെ ജോലി സ്ഥലത്തിലേക്ക് ചെല്ലുമ്പോൾ അച്ഛനാണ് വന്നത് എന്നൊരു ബഹുമാനം പോലും തരുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഞാൻ അവരുടെ ഇടയിലേക്ക് ചെല്ലുന്നത്, അവർക്കും എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് അങ്ങനെ ഒരു കടം ഞങ്ങൾ തമ്മിൽ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്ന് അവിടെ കളക്ട്രേറ്റിൽ ഗോപാലകൃഷ്ണൻ ചെന്നപ്പോൾ ശാലിനിയെ പെരുമാറിയതാണ്. ശാലിനി അന്ന് ആ വീഡിയോ കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷമത്തിൽ പോയതും ഗോപാലകൃഷ്ണനെ ഒരു മൈൻഡ് ചെയ്യാതെ പോയതും ഒക്കെ. പക്ഷെ അത് ഇവിടെ മനസ്സിലാക്കുന്നില്ല. അതൊന്ന് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. വീണ്ടും ശാലിനി ഇങ്ങനെ പറയാനായിട്ട് വരുമ്പോൾ പിന്നെ ഗോപാലകൃഷ്ണൻ മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് ഭാമ പണമായിട്ട് വരുന്നുണ്ട്, എന്നിട്ട് അത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് വളരെ ഉപകാരം, എൻ്റെ കൊക്കിൽ ജീവനുള്ളത്തോളം കാലം ഞാനിത് മറക്കില്ല, എത്രയും പെട്ടെന്ന് ഞാനിത് തിരിച്ച് തരിക തന്നെ ചെയ്യും. ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലായിരുന്നു, ഒരു പിടിവെള്ളിയും കിട്ടാതെ, ഇപ്പോൾ മനസ്സൊന്ന് തണുത്താണ് പോകുന്നത്, എങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയോടും പറയുന്നുണ്ട്, രാഘവൻ നായരോടും പറയുകയാണ്. എന്നിട്ട് ശാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയുടെ അടുത്തേക്ക് വന്നിട്ട് ആ പൈസയിലേക്ക് അങ്ങ് നോക്കിയിട്ട് രാഘവൻ നായരങ്ങ് ശാലിനിക്ക് മുഖം കൊടുക്കുന്നേ ഇല്ല എന്നൊക്കെ വിഷമത്തോടെയാണ് രാഘവൻ നായരല്ല ഗോപാലകൃഷ്ണൻ പിന്നെ ഇറങ്ങി നടന്നങ്ങ് പോകുന്നുണ്ട്. ശാലിനി പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും ഗോപാലകൃഷ്ണൻ തിരിഞ്ഞു നോക്കാതെ അങ്ങ് ഗേറ്റ് കിടന്ന് പോവുകയാണ്. ശാലിനി അത് ആകെ വിഷമത്തോടെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനി ഒരു മൈൻഡ് ചെയ്യാത്തതും ശാലിനിയുടെ പണം വേണ്ടാന്ന് പറഞ്ഞതും ഭാമയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ശാലിനിയെ ഉദ്ദേശിച്ച് തന്നെ ആയിരിക്കണം സത്യഭാമ അവിടെ പൈസ കൊടുക്കുന്നതും ഒക്കെ. അതേസമയം അവിടെ കുടുംബശ്രീ വീട്ടിൽ രോഹിത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് തോന്നുന്നു ഓട്ടോയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അന്നേരം ശ്യാമ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്താ ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് കയറിയില്ലേയും ചോദിക്കുകയാണ്. അന്നേരം കയറിയതാണ്, പക്ഷേ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ഇനി പോകുന്നു എന്ന് പറയുകയാണ്. ഹോസ്പിറ്റലിൽ എന്ത് കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതിപ്പോൾ ശാരിയേച്ചിയുടെ കാര്യം നോക്കാനായിട്ട് അച്ഛനുണ്ട്, പിന്നെ അനിയത്തിയായ ഞാനുണ്ട്, പിന്നെ രോഹിത്ത് അത്രയ്ക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ്. എന്നാലും ആ ഒരു പൈസയുടെ കാര്യം നീ കണ്ടില്ലേ നിൻ്റെ അച്ഛൻ കിടന്ന് ബുദ്ധിമുട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ പൈസയുടെ കാര്യം നോക്കാനായിട്ട് അച്ഛനുണ്ട്, അല്ലെങ്കിൽ ശാരികേച്ചിയുടെ ഭർത്താവുണ്ട്, പിന്നെ രാജീവ് സാറുണ്ട്, അല്ലെങ്കിൽ ഞാനുണ്ട്, പിന്നെ രോഹിത്ത് അത്രയ്ക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം നിനക്കെന്താ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് പറഞ്ഞിട്ട് രോഹിത്താണെങ്കിൽ കുറേ സംസാരിക്കുക ചെയ്യുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്ക് ആകപ്പാടെ അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നതാണ്, ഇപ്പോൾ രോഹിത്ത് പിന്നെ എൻ്റെ ഭർത്താവാണോ അതോ ശാരികേച്ചിയുടെ ഭർത്താവാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എടി ശ്യാമേ, നീ വേണ്ടാത്തത് പറയരുത് എന്നും പറഞ്ഞ് രോഹിത്ത് അങ്ങോട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. നിൻ്റെ മനസ്സ് മുഴുവൻ ദുഷിച്ച ചിന്തയാണുള്ളത്, പിന്നെ നിനക്ക് ഹോസ്പിറ്റലിൽ നിൻ്റെ ചേച്ചിയുടെ അവസ്ഥയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ, നിൻ്റെ അച്ഛനവിടെ പൈസയ്ക്ക് നെട്ടോട്ടം ഓടുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അച്ഛനൊക്കെ കാശടച്ചോളും, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേണേ, പിന്നെ എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അന്നേരം ഞാനൊന്നും അല്ലല്ലോ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നത്, അപ്പോൾ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അങ്ങ് കൊടുത്തേനെ അല്ലേ എന്നും പറഞ്ഞ് ശ്യാമയാണെങ്കിൽ ഒരു വഴക്കുണ്ടാക്കാൻ എന്ന രീതിക്ക് തന്നെ അങ്ങ് സംസാരിക്കുന്നുണ്ട്. രോഹിത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ ക്ഷമിച്ചിരിക്കുകയാണ് രോഹിത്ത്. അന്നേരം ഇതൊക്കെ ശാന്തയാണെങ്കിൽ അവിടെ ഹോട്ടലിൽ നിന്നുകൊണ്ട് ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ സംസാരമൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ ശ്യാമ അത് കാണുന്നില്ല. തുടർന്ന് പറയുന്നുണ്ട്, പിന്നെ എങ്ങനെ കാശ് വരുമെന്നാണ്, പിന്നെ ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നിൻ്റെ കയ്യിൽ വളയോ മാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പണയം വെച്ച് തൽക്കാലം പൈസ അടയ്ക്കുമെന്ന് പറയുക. അതും കൂടി കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ആകപ്പാട് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒഴിഞ്ഞ കൈയും പിന്നെ കഴുത്തൊക്കെ ആയിട്ട് നടക്കണമായിരിക്കുമല്ലേ, അങ്ങനെയൊന്നും വേണ്ട, അച്ഛനുണ്ട്, അച്ഛൻ അങ്ങോട്ട് കാശടച്ചോളും, അല്ലെങ്കിലേ ഒരു അനിയത്തി ഉണ്ടല്ലോ ജില്ലാ കളക്ടർ, ബില്ല് പോലും അടയ്ക്കേണ്ട, വണ്ടി വിളിച്ച് വീട്ടിൽ കൊണ്ടാക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ എന്താ പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. നീയൊക്കെ അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടന്നോ, ഒന്ന് നടക്കാനായിട്ട് പോകുന്നില്ല,
എന്ന് പറയുമ്പോൾ അച്ഛൻ കാശടച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം അച്ഛൻ എങ്ങനെ കാശ് വരാനാണ്, അവിടെ നെട്ടോട്ട് ഓടുന്നുണ്ടല്ലോ, ഒരുപാട് സ്റ്റാഫുകൾ റൂമിലേക്ക് വന്നല്ലോ, ആരോടെങ്കിലും ഇന്ന സമയത്ത് ക്യാഷ് അടച്ചോളാം എന്ന് പറഞ്ഞല്ലോ, ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് രോഹിത് ദേഷ്യപ്പെടുമ്പോൾ, പിന്നെ എൻ്റെ ഭർത്താവല്ലേ, ശാരിയേച്ചി ശുശ്രൂഷിക്കാനൊന്നും നോക്കണ്ട, ഞാൻ വഴിയല്ലേ ശാരിയേച്ചിയായിട്ട് ബന്ധമുള്ളൂ, അല്ലാതെ മുൻജന്മ ബന്ധമൊന്നുമില്ലല്ലോ, അപ്പോൾ കൂടുതൽ വേവലാതിപ്പെടുകയൊന്നും വേണ്ട എന്നിങ്ങനെ അങ്ങനെ ഒരു സംസാരം ശ്യാമയോടെ പറയുമ്പോൾ രോഹിത്തിന് ആകെപ്പാട് ദേഷ്യപ്പെടുന്നുണ്ട്. നീയൊക്കെ അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ നിന്നോ, പണം ഇപ്പോൾ വരും നോക്കിക്കോ എന്ന് പറഞ്ഞ് രോഹിത് ആകെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. കാണുമ്പോൾ ശ്യാമ പക്ഷേ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു ഓട്ടോ വരുന്നുണ്ട്. അന്നേരം ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് ആ ശാരദാമ്മ ചിട്ടിപ്പൈസ ഏൽപ്പിച്ചിരുന്ന സീമേച്ചി എന്ന് പറഞ്ഞ ആ സ്ത്രീയാണ് ഇങ്ങനെ വരുന്നത്. അന്നേരം ശ്യാമ അങ്ങ് ആകെ ഒരു വെപ്രാളപ്പെടുകയാണ്. അന്നേരം ശാന്ത ഇതൊക്കെ ഹോട്ടലിൽ നിന്ന് കാണുന്നുണ്ട്. എന്നിട്ട് ശ്യാമ ഇങ്ങനെ അകത്തേക്ക് രോഹിത് ഇറങ്ങി വരുന്നോട് നോക്കിയിട്ട് പെട്ടെന്ന് ഓടിയും ഓട്ടോയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അന്നേരം ചേച്ചി ഞാൻ വിളിച്ചത് എന്നൊക്കെ ഒരു വെപ്രാളത്തിൽ സംസാരിക്കുകയാണ്. അന്നേരം എനിക്ക് മനസ്സിലായി ശാരദാമ്മ പറഞ്ഞ ചിട്ടി ക്യാഷിനല്ലേ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അന്നേരം ഹോസ്പിറ്റൽ കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട്. അതിൻ്റെ വഴക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് 1,00,000 രൂപയുണ്ട്, ഞാൻ എന്നെ തിട്ടപ്പെടുത്തി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ശ്യാമ അത് വാങ്ങുന്നുണ്ട്. അന്നേരം ശരി ചേച്ചി വയ്ക്കോ, ഞാൻ ഇത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് അവരാണെങ്കിൽ ഓട്ടോയിലങ്ങ് തിരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ശ്യാമ ആ കാശുമായിട്ട് ആരും കാണാതെ അകത്തേക്കും പോവുകയാണ്. ഇതൊക്കെ ശാന്ത അവിടെ നിന്ന് കാണുന്നുണ്ട്. പക്ഷേ ശാന്ത കാണുന്നു എന്നുള്ളത് ശ്യാമ കാണുന്നുമില്ല. അപ്പോൾ അവിടെ ശ്യാമയാണെങ്കിൽ ഈ പൈസ കിട്ടി എന്നുള്ളത് ആരെയും അറിയിക്കാൻ പോയില്ല, സ്വന്തമായിട്ട് കയ്യിൽ വെക്കാനുള്ള ഏർപ്പാടാണ്. പക്ഷേ ഈ ശാന്ത കാണുന്നു, അത് മിക്കവാറും ഇനി ആരോടെങ്കിലും പറയും, ശാലിനിയോട് പറയാനായിരിക്കും സാധ്യത. എന്താകും എന്നുള്ളത് പിന്നീട് കാണിക്കാം. ഇതേസമയം അവിടെ മധുരയ്ക്ക് പോകാനായിട്ട് രേഷ്മയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശിവനാണെങ്കിൽ ആ വിഷ്ണുവിൻ്റെ ജീപ്പിൽ എത്തുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഇല്ല, അപ്പോൾ ശാലിനി എത്തിയില്ലല്ലോ എന്നിങ്ങനെ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ ജീപ്പിലാണോ പോകുന്നത് അതോ ശാലിനിയുടെ ഔദ്യോഗിക വാഹനത്തിലാണോ പോകുന്നതൊക്കെ രേഷ്മയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം ശാലിനി വരട്ടെ എന്ന് പറയുകയാണ്. തുടർന്ന് ശാലിനി എത്തുന്നുണ്ട്. അന്നേരം രാമേട്ടനാണെങ്കിൽ ശാലിനിയുടെ ബാഗൊക്കെ ഇങ്ങനെ എടുത്ത് നിൽക്കുകയാണ്. അന്നേരം പിന്നെ നമുക്ക് പോകാം എന്നുള്ള രീതിക്ക് നമുക്ക് രാമേട്ടനെ പറഞ്ഞു വിട്ടിട്ട് ഈ ജീപ്പിൽ തന്നെ പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം ആ ശരി എന്ന് പറഞ്ഞാൽ പോകാനായിട്ട് ആ ഒരു തയ്യാറെടുപ്പ് നിൽക്കുമ്പോൾ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, മാഡം എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ട്, ന്യൂസ് കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, എന്താ സംഭവം ചോദിക്കുന്നുണ്ട്. അന്നേരം താലൂക്ക് ആശുപത്രിയിൽ ചെറിയൊരു പ്രശ്നം, ഒരു കുഞ്ഞിൻ്റെ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കുഞ്ഞ് മരിച്ചു. അപ്പോൾ ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് കരുതി കുഞ്ഞിൻ്റെ ശരീരവും കെട്ടിപ്പതിഞ്ഞുകൊണ്ട് ഡോക്ടർ തടഞ്ഞ് അവിടെ താലൂക്ക് ആശുപത്രിയിൽ ഉപരോധമൊക്കെയാണ്, ഡോക്ടറെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, ആളുകൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്, മന്ത്രി MLA ഒക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം എനിക്കൊന്ന് മധുര വരെ പോകണമായിരുന്നു ശാലിനി പറയുമ്പോൾ എല്ലാവരും ഒക്കെ വരികയാണ്, കൂടുതൽ പ്രശ്നമാണ്, അപ്പം മാഡം പോയാൽ എങ്ങനെ ശരിയാവും എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ശരി ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ഫോൺ വെക്കുകയാണ്. തുടർന്ന് ശിവനോടും പറയുന്നുണ്ട്, എനിക്ക് വരാനായിട്ട് കഴിയില്ല, താലൂക്ക് ആശുപത്രിയിലെ ചെറിയൊരു പ്രശ്നം, ഇങ്ങനെ കുഞ്ഞു മരിച്ചു, അപ്പോൾ അവിടെ പ്രശ്നമൊക്കെയാണ്, അപ്പോൾ എനിക്ക് കൂടി അവിടേക്ക് പോകണം, ഇതിപ്പോൾ ആരായാലും പോയാൽ മതിയല്ലോ, പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് പോകാമെന്ന് പറയുകയാണ്. അതിന് മുന്നേ ശിവൻ രേഷ്മയുടെ അടുത്ത് എത്തുമ്പോൾ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ ഒരു രേഷ്മയുടെ മധുരയ്ക്ക് പോവുകയല്ലേ, അപ്പോൾ രേഷ്മയുടെ ബിസിനസ് സ്ഥലമൊക്കെ കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. അന്ന് രേഷ്മ ചോദിക്കുന്നുണ്ട്, എനിക്ക് തമിഴ്നാട്ടിലാണ്, അവിടെയാണ് ബിസിനസ് എന്നൊക്കെ എങ്ങനെ അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയാമെന്നേ എന്നിങ്ങനെ ശിവൻ പറയുന്നുണ്ട്. അന്നേരമൊക്കെ വിഷ്ണു സംസാരിക്കുന്ന രീതി എന്ന പോലെ ആ രേഷ്മയ്ക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി വരുന്നത്, സംസാരിക്കുന്നതൊക്കെ. തുടർന്ന് ശാലിനി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടി പോയാൽ മതി, ഞാൻ വന്നാലും വെറുതെ അവിടെ നിൽക്കാമെന്നല്ലേ, കൂട്ട് വരാമെന്നല്ലേ ഉള്ളൂ, അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ പരിചയം രേഷ്മയ്ക്കല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ പോയാലും മതി, പോയില്ലേന്ന് ചോദിക്കുകയാണ്. അന്നേരം തമിഴ് അറിയാവുന്ന രേഷ്മയ്ക്കാണല്ലോ എന്നിങ്ങനെ പിന്നെ ശിവനും പറയുന്നുണ്ട്. അന്നേരം അതിൽ കാര്യമില്ല, നമ്മൾ കാണാൻ പോകുന്നത് മലയാളി ഡോക്ടറെയാണെന്ന് രേഷ്മ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ശരി നിങ്ങൾ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, വേറെ ഇതൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനിക്ക് ഇങ്ങനെ തുടരെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശരി ഞാൻ എത്തുകയാണെന്ന് പറഞ്ഞിട്ട്, എന്നാൽ ശരി നിങ്ങൾ പോയിട്ട് വാ, ചെന്നിട്ട് വന്നിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ശാലിനി പെട്ടെന്ന് രാമേട്ടനോടൊപ്പം അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് പിന്നെ ശിവൻ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നമുക്ക് പോകാമെന്ന് പറയുകയാണ്. അന്നേരം ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ജീപ്പിലേക്ക് കയറുന്നുണ്ട്. അന്നേരം ജീപ്പിലേക്ക് കയറിയിട്ട് ശിവനാണെങ്കിൽ പറയുന്നുണ്ട്, കടവളെ കാപ്പാത്തണേ എന്ന് പറയുകയാണ്. അന്നേരം രേഷ്മ ചോദിക്കുന്നുണ്ട്, അല്ല തമിഴ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്, ആകെ അറിയാവുന്ന 2 വാക്ക് ഇതാണ്, പിന്നെ എന്തെങ്കിലും ഇതുകൊണ്ടാണ് ഞാൻ പിടിച്ച് നിൽക്കുന്നത്, ആരും ചോദിച്ചാലും ഞാനിതേ പറയത്തുള്ളൂ, പിന്നെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ മിനറൽ വാട്ടറിൽ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അന്നേരം രേഷ്മ ചോദിക്കുന്നത്, മിനറൽ വാട്ടറിലോ, അതിപ്പോൾ കാണിച്ചു തരാമെന്നിട്ട് ആ കുപ്പി വെള്ളം ഞാൻ എടുത്തതെന്ന് പറയുകയാണ്. രേഷ്മ വെള്ളം കൊടുക്കുമ്പോൾ ശിവൻ ഇങ്ങനെ വെള്ളം വായിക്കൊള്ളുന്നുണ്ട്. എന്നിട്ട് എന്നോട് എന്തെങ്കിലും തമിഴ് ചോദിക്കുമെന്ന് പറയുമ്പോൾ പിന്നെ
രേഷ്മ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല വായിൽ വെള്ളം കൊണ്ടിട്ട് സംസാരിക്കുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ എന്താണെന്ന് തിരിച്ചറിയത്തില്ലല്ലോ. അപ്പോൾ രേഷ്മ അങ്ങ് ചിരിക്കുന്നുണ്ട്. അന്നേരം പോവാം എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. അന്നേരം കുറേ നേരം ഓടുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ഒന്നും സംസാരിക്കാതെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. ശിവനാണ് കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യം മറന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ മറന്നു എന്നിങ്ങനെ രേഷ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം അതല്ല ഗുളിക എന്ന് പറഞ്ഞിട്ട് ശിവനാണെങ്കിൽ ഒരു ടാബ്ലറ്റ് ഇങ്ങനെ എടുത്ത് രേഷ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അല്ല തനിക്ക് യാത്ര പറ്റില്ലല്ലോ, അതുകൊണ്ട് ഛർദ്ദിൽ അങ്ങനെ ഉണ്ടാവില്ല, അതിനാണ് ഗുളിക എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇപ്പോഴൊന്നുമില്ല, അതെനിക്ക് മുമ്പ് ചെറുപ്പത്തിലുണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമിഴ്നാട്ടിലും മധുരയിലേക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് എന്തായാലും വാങ്ങിച്ചല്ലേ വെച്ചോ എന്ന് പറഞ്ഞ് ശിവൻ കൊടുക്കുന്നുണ്ട്. അന്നേരം പിന്നീടാണ് രേഷ്മ ചിന്തിക്കുന്നത് എനിക്ക് ഇങ്ങനെ ഇതൊക്കെ ഉള്ള ചെറുപ്പത്തിലേ ഉള്ളതാണ്, ഇപ്പോഴൊന്നും അല്ല, പിന്നെ ഇതെങ്ങനെ ശിവൻ അറിയാം എന്നിങ്ങനെ പറഞ്ഞ് രേഷ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് എന്താ ചിന്തിച്ചത്, എന്നെക്കുറിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതെങ്ങനെ മനസ്സിലായി എന്ന് വീണ്ടും രേഷ്മ ചോദിക്കുമ്പോൾ ഒന്ന് എറിഞ്ഞ് നോക്കിയതാണ്, അത് കൊള്ളുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞ് ശിവനങ്ങ് ചിരിക്കണം. നമ്മളിങ്ങനെ യാത്ര ചെയ്യല്ലേ, അപ്പോൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞൊക്കെ പോകാമെന്ന് പറഞ്ഞ് ശിവനങ്ങ് സംസാരിക്കുന്നുണ്ട്. അന്നേരം രേഷ്മ ചിന്തിക്കുകയാണ് ഇതിപ്പോൾ പിന്നെ എനിക്ക് എന്നാലും അങ്ങനെയുള്ള ഇപ്പോഴുള്ള ഒരു ചെറുപ്പത്തിലുള്ള കാര്യം അതെങ്ങനെ വിഷ്ണുവിനറിയാം, പക്ഷേ ശിവൻ എങ്ങനെ അറിയാം, ഇതിപ്പോൾ ഹൃദയം മാറ്റി വെച്ചാൽ വിഷ്ണുവിൻ്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ശിവൻ അറിയാൻ പറ്റുമോ, ഇനിയിപ്പോൾ പ്രേതോ ആത്മാവ് വിഷ്ണുവിൻ്റെ ആത്മാവുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേഷ്മ കാട് കയറി ചിന്തിച്ചിട്ട് രേഷ്മ തന്നെ പറയുകയാണ് ഇതെന്താ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്, പക്ഷെ പൊട്ട കുത്തിക്ക് വെറുതെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞ് രേഷ്മ അങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ടും രേഷ്മ പറയുന്നുണ്ട് ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് പോകുന്നത് മരിച്ച ആളിൻ്റെ തുടിക്കുന്ന ഹൃദയമായിട്ടുള്ള ആളോടൊപ്പമാണല്ലോ ഞാൻ പോകുന്നത്, ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് രേഷ്മ ചിന്തിച്ചിരിക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചവർ പോവുകയാണ്. ഈ സമയം അവിടെ താലൂക്ക് ആശുപത്രിയുടെ ഫ്രണ്ടിൽ ആ സമരക്കാർ പിന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒരു ബോഡിയുമായിട്ട് അവിടെ ഒരു സമരം എന്ന പോലെ നിൽക്കുകയാണ്. കാഹളം കുമാരനൊക്കെ ഉണ്ട്. കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ശവശരീരത്തിൽ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട് മോളെ എന്നും പറഞ്ഞു. അനുവല്ലവി ഉണ്ട്, കുറേ പോലീസുകാരൊക്കെ ഉണ്ട്. കാഹളം കുമാരനാണെങ്കിൽ അങ്ങോട്ട് സമരം വിളിക്കുകയാണ്, അങ്ങോട്ട് അധികാരികൾ നീതി പാലിക്കുക, ഇതിപ്പോൾ ഒരു 12 വയസ്സുകാരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്, ഇവരുടെ ഡോക്ടറെ തോമസ് കുര്യൻ ഡോക്ടറെ പിരിച്ചുവിടുക, ഇവരുടെ അനാവസ്ഥ കൊണ്ട് തന്നെയാണ് സർക്കാർ ആശുപത്രിയാണ്, ചികിത്സ ഫ്രീ സൗജന്യ ചികിത്സ എന്നൊക്കെ പറയുന്നത് ഇവിടെ കൊള്ളയാണ് നടക്കുന്നത്, ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരം ഇവിടെ തന്നെ ഞങ്ങൾ കുഴിച്ചിടും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസുകാരും അനുവല്ലവയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയത്ത് ശാലിനി ഇങ്ങനെ വണ്ടിയിൽ വന്നിറങ്ങുന്നുണ്ട്. ആ ഒരു സീൻ കണ്ട് ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ കാഹളം കുമാരനൊക്കെ ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇത്രയുമേ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനി എന്താകും എന്നുള്ളതാണ്. മിക്കവാറും ആ ശ്യാമ ആ പൈസ എടുത്തത് ഇനി ശാന്ത പോയി ആരെ അറിയിക്കും എന്നുള്ളത് ഒക്കെയാണ്. ഓക്കെ, നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.